ഡിസംബർ 8 നമ്മുടെ അമ്മ പരിശുദ്ധ കന്യാമറിയത്തെ സംബന്ധിച്ച് പ്രഖ്യാപിതമായിട്ടുള്ള 4 വിശ്വാസ സത്യങ്ങളിൽ മൂന്നാമത്തേതാണ് മാതാവ് അമലോത്ഭവയാണ് എന്ന സത്യം. ഇത് ഔപചാരികമായി പ്രഖ്യാപിക്കപ്പെട്ടത് 1854 ഡിസംബർ മാസം 8-ാം തീയതി 9-ാം പിയൂസ് മാർപ്പാപ്പയാണ്. അതേ തുടർന്ന് 1858 മാർച്ച് മാസം 25-ാം തീയതി ലൂർദിൽ വെച്ച് ബർണദീത്ത എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട് മാർപ്പാപ്പയുടെ ഈ പ്രഖ്യാപനം ശരിയാണ് എന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി. മാതാവ് ബർണദീത്തയോട് പറഞ്ഞതായിട്ടാണ് നാം അറിയാനിടവരുന്നത്, ഞാൻ അമലോത്ഭവയാകുന്നു എന്ന്. എന്നാൽ ഈ അമലോത്ഭവയാകുന്നു എന്ന സത്യത്തിന്റെ പ്രഖ്യാപനം ഇത്ര കണ്ട് വൈകിപ്പോകാൻ കാരണം എന്തായിരിക്കാം എന്നതിനെ സംബന്ധിച്ച് കത്തോലിക്ക വിശ്വാസികളുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉയരുക സ്വാഭാവികമാണ്. അതുവരെയുള്ള സഭയുടെ സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള പശ്ചാത്തലമനുസരിച്ച് എല്ലാ മനുഷ്യരും ഉത്ഭവഭാവത്തോടു കൂടിയാണ് ജനിക്കുന്നത് എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയുള്ള ദൈവശാസ്ത്ര സമീപനങ്ങളിൽ സഭ മുഴുകിയിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് സ്കോളാസ്റ്റിക് തത്വചിന്തകനായിട്ടുള്ള ഡൺസ്കോട്ട്, ഒരു വൈദികനും കൂടിയായ അദ്ദേഹം, വളരെ യുക്തിഭദ്രമായിട്ടുള്ള ഒരു വാദഗതിയുമായിട്ട് രംഗത്ത് വരികയാണുണ്ടായത്. അദ്ദേഹത്തിന്റെ വാദഗതി ഇതായിരുന്നു: മനുഷ്യരുടെ എല്ലാവരുടെയും സൃഷ്ടാവും സർവശക്തനുമായ ദൈവത്തിന് ഉചിതമാണെങ്കിൽ ആരെയെങ്കിലും ഉത്ഭവഭാവ വിമുക്തമായിട്ട് സൃഷ്ടിക്കാൻ ദൈവത്തിന് കഴിയും. മറിയത്തെ സംബന്ധിച്ച് അങ്ങനെ ഉചിതമാണ് ഉത്ഭവഭാവരഹിതമായിട്ട് സൃഷ്ടിക്കപ്പെടുക എന്നുള്ളത് ദൈവത്തിന് തോന്നി. അതിന്റെ അടിസ്ഥാനത്തിൽ മറിയം ഉത്ഭവഭാവരഹിതയായിട്ട് സൃഷ്ടിക്കപ്പെട്ടു. യുക്തിഭദ്രമായിട്ടുള്ള ഒരു വാദഗതി എന്ന രീതിയിൽ ദാർശനിക ലോകം ഇത് അംഗീകരിക്കാൻ ഇടവന്നതിന്റെ അടിസ്ഥാനത്തിലും കൂടെ മറിയം അമലോത്ഭവയാണ് എന്ന വിശ്വാസ സത്യത്തിന് ഒരു തത്വശാസ്ത്ര ചട്ടക്കൂട് ഇതിനാൽ ഒരുക്കപ്പെടുകയായിരുന്നു. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നാം ഒന്ന് കടന്നു വരുമ്പോൾ അതിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചില കാര്യങ്ങൾ നാം അവിടെ കണ്ടു എന്ന് വരാം. മാതാവിന്റെ തനിമയും വ്യക്തിത്വത്തിന്റെ പ്രത്യേകതകളും അവിടെ നിഴലിക്കുന്നു. ഈ സുവിശേഷം മാതാവിന്റെ കീർത്തനം എന്ന രീതിയിലാണ് സാധാരണ രീതിയിൽ അറിയപ്പെടുക. അതിന്റെ പേര് മഗ്നിഫിക്കാത്ത് എന്നാണ്. ലത്തീൻ ഭാഷയിലെ മഗ്നിഫിക്കാത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഹി ഹാസ് ഡൺ വണ്ടർഫുൾ തിങ്സ്. ഹി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവമാണ്. അവൻ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇതാണ് ആ സങ്കീർത്തനത്തിന്റെ പേര് തന്നെ. അവൻ എന്ന് വെച്ചാൽ ദൈവം വലിയ കാര്യങ്ങൾ മറിയത്തിൽ ചെയ്തിരിക്കുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ മറിയമല്ല മറിയത്തിൽ പ്രവർത്തിക്കാൻ ഇടവരുന്നത് എന്നാണ് ഈ സങ്കീർത്തനത്തിൽ കൂടെ മറിയം വ്യക്തമാക്കുന്നത്. ദൈവമാണ് തന്നിലൂടെ പ്രവർത്തിക്കാൻ ഇടവരുന്നത്. തന്റെ ദൈവത്തിന് വേണ്ടിയുള്ള പദ്ധതികളും പ്ലാനുകളും ഒക്കെ മാറ്റിവെച്ച് ദൈവത്തിന്റെ പദ്ധതികൾ തന്നിലൂടെ നിവൃത്തികമാക്കാൻ തന്നെ തന്നെ വിട്ടുകൊടുക്കുന്നു എന്ന് മംഗളവാർത്ത അവസരത്തിൽ മറിയം വ്യക്തമാക്കിയതാണ് ദൈവത്തിന്റെ ദൂതനോട്. ഈ രീതി മറിയത്തിന്റെ ആത്മീയതയുടെ ആഴങ്ങള് മനസ്സിലാക്കാൻ പോരുന്നതാണ്. മറിയമല്ല പ്രവർത്തന നിരതമാകുന്നത്. ഈ സങ്കീർത്തനത്തിലെ ഒരു സ്ഥലത്തും ഞാൻ അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നല്ല മറിയം പറയുന്നത്. ദൈവം അവളിൽ പ്രവർത്തിക്കുന്നു, ദൈവം ഇന്നത് ചെയ്യുന്നു. വിനീതമായിട്ടുള്ള എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കപ്പെടാൻ വേണ്ടിയുള്ള ഒരു സ്ഥിതിവിശേഷം ദൈവം എന്നിൽ ഒരുക്കുന്നു. അപ്പൊ ദൈവമാണ് എന്നിൽ പ്രവർത്തിക്കുന്നത്, ഞാനല്ല എന്നുള്ളതാണ് മറിയത്തിന്റെ ആത്മീയ ദർശനം. അമലോത്ഭവ തിരുനാള് ആഘോഷിക്കുന്ന ഇന്ന് മക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം വെക്കേണ്ടത് ഉത്ഭവഭാവരഹിതമായിട്ട് ജനിക്കുക എന്നുള്ളതല്ല എന്നുള്ളത് ഉറപ്പാണ്.
ലക്ഷ്യമാകാവുന്ന ഒരു കാര്യം കർമ്മപാപം രഹിതമായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യത്തിൽ പെടണം. അത് നടക്കേണ്ടത് മറിയത്തിന്റെ ആത്മീയ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് എന്റെ പ്ലാനും പദ്ധതികളും അല്ല എന്നിലൂടെ നിർവഹിക്കപ്പെടേണ്ടത്. അതിനു പകരം ദൈവത്തിന്റെ പദ്ധതികൾ എന്നിൽ നടത്താൻ വേണ്ടി എന്നെ തന്നെ ഞാൻ വിട്ടുകൊടുക്കുന്നു എന്ന് പറയാൻ എന്നെ തന്നെ ഒരുക്കുന്ന, എന്നെ തന്നെ സജ്ജീകരിക്കുന്ന, അതിന് മനസ്സാകുന്ന ഒരു ആത്മീയ ദർശനം മക്കളായ നാം സ്വാംശീകരിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ തിരുനാളിന് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് വേണം വിചാരിക്കാം.